നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 969th day. Today 13th ശ്ലോക of പ്രഥമസ്കന്ധം 12th chapter. For details please see the other version. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 969 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 13ാമത്തെ ശ്ലോകം. ഓം തത്സത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ഓം തത്സത്. ശ്ലോകം 969 ദിവസം. ശ്ലോകം 13. പ്രഥമസ്കന്ധം 12ാം അധ്യായം. തസ്യ പ്രീതമനാ രാജ വിപ്രീതൗമീ കൃപാദിഭി ജാതകം കാരയാമാസ വാചയിത്വാദമംഗളം. കഴിഞ്ഞ ശ്ലോകത്തിൽ ഇപ്രകാരം ശിശു ജനിച്ചു എന്ന് പറഞ്ഞു. അപ്രകാരം ജനിച്ച ശിശുവിന് സന്തുഷ്ടനായ ധർമ്മപുത്ര മഹാരാജാവ് ദൗമ്യർ, കൃപാചാര്യർ മുതലായ ബ്രാഹ്മണരെ കൊണ്ട് പുണ്യാഹവചനം ചെയ്തതിനു ശേഷം ജാതകർമ്മത്തെയും ചെയ്യിപ്പിച്ചു. ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ ചെയ്യുന്ന കർമ്മങ്ങളാണിവ. ഇവയൊക്കെ ധർമ്മപുത്ര രാജാവ് വളരെ സന്തോഷിച്ച് തങ്ങൾക്ക് ഒരു അവകാശിയുണ്ടായി പാരമ്പര്യം നിലനിർത്താൻ ഒരു കുഞ്ഞ് ജനിച്ചു എന്നുള്ള സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന് വേണ്ട കർമ്മങ്ങളൊക്കെ ജനിച്ച ഉടനെ ആ ശിശുവിന് വേണ്ടതൊക്കെ ചെയ്യിപ്പിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. തസ്യ പ്രീതമനാ രാജ വിപ്രീതൗമ്യ കൃപാദിഭി. ബ്രാഹ്മണരായിട്ടുള്ള വിപ്രന്മാരായിട്ടുള്ള ദൗമ്യ കൃപാമാർ എന്നവരെ കൊണ്ട് എന്ന് പറയും, പ്രത്യേകം എടുത്തു പറയും. ജാതകം കാരയാമാസ വാചയിത്വാദമംഗളം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.